ഞാൻ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ നാഷണൽ ആന്തം പാടാൻ പോവാണ്. ദാവതൻ അഫ്ഗാനിസ്ഥാൻ ബേ ദാഖിസാദി ഹർ അഫ്ഗാൻ ബേ കൂർദെ സൂലെ കൂർദെ ധൂരെ ഹർ ബച്ചായെ kahraman de dawatan be tolu kurde de balut suda usbaku da pashtuna ghazarao da turkmano da tajiko. ഇനി നെക്സ്റ്റ് നമുക്ക് തുർക്കിഷ് നാഷണൽ ആന്തം പാടാം. Korkmasın mes bu şafak larda yüzün alsancak sanmadın yurdumun üstünde tutan en son ocakta benim milletimin yıldızıdır parlayacak o benim milletinimdir ancak. എൻ്റെ പേര് ഫാത്തിമ അൻഷി. ഞാൻ ഒറിജിനലി മലപ്പുറത്തു നിന്നാണ്. ഞാനിപ്പോൾ പക്ഷേ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ ഞാനൊരു സിംഗറാണ്, പിന്നെ പിയാനിസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്ക് ഏകദേശം 12 or 13 ലാംഗ്വേജസ് എനിക്ക് സംസാരിക്കാൻ പറ്റും. സോ ഇത് എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയുമാണ്. ഉമ്മച്ചിൻ്റെ പേര് ഷംല, പിന്നെ ഉപ്പച്ചിൻ്റെ പേര് അബ്ദുൽ ബാരി. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ എല്ലാ ജേർണിയിലും. എൻ്റെ ഹയസ്റ്റ് ഹൈസിലാവുന്ന സമയത്തും ലോവസ്റ്റ് ലോസിലാവുന്ന സമയത്തും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇമോഷണലി ആവട്ടെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പാരൻസാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അള്ളാഹു തന്ന ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്സ് ഓൺ എർത്ത് തന്നെ ഞാൻ പറയും. ഐ ലവ് ദം സോ മച്ച്. ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ പച്ചിനെ. മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാനാണ്. കാരണം എന്താ കുറേ ടെൻഷനിലൂടെ ആയിരുന്നു മോള് ചെറുതായപ്പോൾ. എന്താ കാഴ്ചയില്ല എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എന്നാലും നമ്മളത് ഓളെ ചേർത്ത് പിടിച്ച് വളർത്തി. അതിന് ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ ഓളിലൂടെ തരുന്നു. അൻഷി ജനിച്ചപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മോളാണല്ലോ. മോളാണെങ്കിൽ മോനാണെങ്കിലും വളരെ സന്തോഷമാണ്. പക്ഷേ ജനിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസേബിലിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ വൈഫിനോട് പറയാൻ ആർക്കും തയ്യാറല്ലായിരുന്നു. കാരണം ആൾക്ക് അപ്പോൾ വൈഫിൻ്റെ ഫാദർ ഇവിടെ ഫാത്തിമാൻ്റെ റോഡ് മോഡൽ ASI സാഹിബ് എന്നറിയും, അദ്ദേഹം ജീവിച്ചിരിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾ രണ്ടുപേരെയും മാത്രം റൂമിലാക്കിയിട്ട് പിന്നെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. കാരണം നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട, കാരണം നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുക, പിന്നെ അവിടെ നന്നായിട്ട് നിങ്ങളെ കാലം വരെ എങ്ങനെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ കുറേ പറഞ്ഞു നാളെ നിങ്ങൾ അവളിലൂടെ അറിയുന്നൊരു സാഹചര്യം വരാനിരിക്കുന്നതാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ മോളാണല്ലോ, പിന്നെ അദ്ദേഹത്തിൻ്റെ മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കാലങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ ഫാത്തിമ അൻഷിയുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്ന് തന്നെ അവളെ പഠനമായിട്ട് ഇപ്പോൾ ഞങ്ങൾ അവളെ കൂടെ യാത്ര ചെയ്യാണ്. അവൾക്ക് ഓരോ പരിപാടികൾ അല്ലെങ്കിൽ ക്ഷണിക്കുമ്പോഴും എവിടെയും ഞങ്ങൾ നോ പറയില്ല, കാരണം അവളായിട്ട് പോകും. പിന്നെ എന്നിട്ട് ആര് കണക്റ്റഡ് ആയാലും ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും എനിക്കൊരു മോളുണ്ട്, അവൾ ഇങ്ങനെ ബ്ലൈൻഡാണ്, കാര്യങ്ങൾ പറയും. നമുക്ക് ഒരിക്കലും സിമ്പതി അല്ല, നമുക്ക് അവൾക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് അവളെ കൂടുതൽ അവളെ പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവളെ കൂടെ യാത്ര ചെയ്യാനുമാണ് ആഗ്രഹങ്ങൾ. കാരണം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ കാരണം ഞങ്ങൾക്കില്ലാത്ത കുറേ കഴിവുകൾ അവൾക്കുണ്ട്. എനിക്ക് ഒരു ഡിസേബിലിറ്റി ഇല്ല എന്നുള്ളൊരു അഹങ്കാരമുണ്ട്. പക്ഷേ ഇവളിൽ ഒപ്പം വളരുമ്പോൾ ഞാനൊന്നും അല്ല അവളെ ഇടയിൽ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇപ്പോഴാണെങ്കിലും കാരണം അവളെ ഭാഷാ പഠനമാണ്, ഇതിനൊന്നും നമുക്കൊരു സപ്പോർട്ടില്ല. ഞാൻ പഠനത്തിൻ്റെ കാര്യത്തിലുള്ള വൈഫ് അവളാണ്, അവളെപ്പോൾ ഒരു ടീച്ചറാണ്. കാരണം അവളെ പഠിപ്പിക്കുന്ന കാരണം പിന്നെ എന്താ ഡിഗ്രി കഴിഞ്ഞ് BEd പോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു പിന്നെ പ്രഗ്നൻസി വന്ന് അത് കഴിഞ്ഞിട്ട് പോകാൻ. പക്ഷേ അതിന് ശേഷം അവൾ എന്ത് ചെയ്തു, കാരണം ഇവളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. എന്നാൽ പോലും അവളെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ അവളാണ് കാരണം ചെയ്യുന്നത്.
അവളെ കമ്പ്യൂട്ടർ പഠനമാണെങ്കിലും അവളെ മ്യൂസിക് ആണെങ്കിലും ഇതൊന്നും ഇവൾ പഠിച്ചില്ല. വൈഫ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ മ്യൂസിക് അറിയില്ല, അവൾക്ക് കമ്പ്യൂട്ടർ അറിയില്ല. പക്ഷേ ഇത് മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് അൻഷിക്ക് വേണ്ടി അവൾ എനിക്കിതിന് മോളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു ദൗത്യമുള്ളൂ ഇപ്പോൾ എനിക്കുള്ളത്. 13 ഭാഷകൾ അറിയാമല്ലോ, അതായത് റഷ്യനും ഫ്രഞ്ചും സ്വാഹിലിയും പിന്നെ ഇംഗ്ലീഷും പിന്നെ പേർഷ്യനും. ഈ ലാംഗ്വേജ് പഠിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ സാധ്യത ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. പണ്ട് അതിനൊരു പാഷനായിരുന്നു. ഇപ്പൊ റഷ്യനും ഫ്രഞ്ചിനൊക്കെ ഒരുപാട് പ്രൊഫഷണൽ സാധ്യത ഉണ്ട്. പക്ഷെ ഈ മാസിഡോണിയൻ, ആഫ്രിക്കൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾ, ആ ഭാഷകളും ആ രാജ്യങ്ങളിലെ ഭാഷകളും ഒക്കെ അതിനോടൊരു ഒരു ഇഷ്ടം, ഒരു പ്രണയം വരാൻ കാരണമുണ്ട്. അവരുടെ മ്യൂസിക് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്ത ഈ ലാംഗ്വേജസിലേക്ക്. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിച്ച് കൾച്ചറൽ ഹിസ്റ്ററി, ലിംഗ്വിസ്റ്റിക് ട്രഡീഷൻ. സൗത്ത് ആഫ്രിക്കയിൽ ഒരു പത്ത എന്നൊരു ഡാൻസ് ഉണ്ട്. സോ അതിന്റെ ഡാൻസും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ദാറ്റ് അക്കമ്പനീസ് ഇറ്റ്, അടിപൊളിയാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിഗ്മീസ് ആവട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ളതുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ കോങ്കോയിലുള്ള പിഗ്മീസ് ആവട്ടെ, കാമറൂണിയൻ പിഗ്മീസ് ആവട്ടെ, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്ട്രീം പിന്നെ ഈ ആഫ്രിക്കൻ മ്യൂസിക്കിൽ ഇപ്പൊ തന്നെ മെയിൻ സ്ട്രീം മ്യൂസിക് തന്നെ ആഫ്രിക്കന്റെ ഇതിലൊരു ജോൺറ തന്നെ ഉണ്ട്. ആഫ്രോ ബീറ്റ്സ് കേട്ടിട്ടുണ്ടാവില്ല? ആഫ്രോ ബീറ്റ്സ് സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ആന്തം. സിംഗപ്പൂരിയൻ നാഷണൽ ആന്താണ് പാടാൻ പോകുന്നത്. Mari kita langkah Singapura sama-sama menuju bahagia, cita-cita kita yang mulia, Bajaya Singapura. റഷ്യൻ സോങ് പാടാൻ പോവാണ്. Просветали яблони и круши, поплыли туманы над рекой. Выходила на берег Катюша, на высокий берег, на крутой. ഇനി നമുക്കൊരു പേർഷ്യൻ സോങ് ആയാലോ? Let's go. In zindagi mein khub bebin, to ro nadoram ro havas, از بس که بد تو میکنی عالم مثل روانیا سی تو همش لج میکنم. ഫാത്തിമ നേരത്തെ ഒരു സംഭാഷണം സൂചിപ്പിച്ചു സയൻസ് ഫിക്ഷനാണ് കൂടുതൽ ഇഷ്ടമെന്ന്. സയൻസ് ഫിക്ഷൻ ഏത് പ്രായം മുതലാണ് കൂടുതൽ താല്പര്യം തുടങ്ങിയത്? എവർ സിൻസ് ഞാനൊരു 8, 9, 10 ഇയേഴ്സ് ഓൾഡ് ആയ സമയത്താണ് എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് ഇഷ്ടം തോന്നിയത്. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ അതിന് ഒരു ഇമാജിൻ പവർ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒന്നാണ് ഈ സയൻസ് ഫിക്ഷൻ. അതാണോ അതിന്റെ ഇഷ്ടത്തിന്? അതെ, ബിക്കോസ് ഞാനൊരു ഇമാജിനേറ്റീവ് പേഴ്സൺ ആണ്. അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ ഈ സ്റ്റോറീസ് വായിക്കുന്ന സമയത്ത് ഇറ്റ് ഫ്യൂവൽസ് മൈ ഇമാജിനേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടം. അതായത് 40കളിലൊക്കെ എഴുതിയ H.G. വെൽസ് ഉൾപ്പെടെയുള്ള പല അന്നത്തെ എഴുത്തുകാരൊക്കെ 2000-ലെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് നടന്നിട്ടുമുണ്ട് അല്ലേ? അന്ന് ആ ഇമാജിൻ അവർക്ക്, അന്ന് അവർ നൊസ്റ്റാൾജിയയിലോട്ട് പോവാതെ ഇമാജിനോട്ട് ഒരു വലിയ ലോകത്തെ അവതരിപ്പിച്ചപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് പിന്നെ വന്നില്ലേ? അതെ. പക്ഷെ മലയാളത്തില് സയൻസ് ഫിക്ഷൻ അതേപോലെ ഇംഗ്ലീഷിൽ ധാരാളം ഉണ്ട്, മലയാളത്തിലൊക്കെ അത് വളരെ കുറവല്ലേ? മലയാളത്തിൽ ഞാൻ കൂടുതലും മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ അങ്ങനെ സയൻസ് ഫിക്ഷൻ രീതിയിലുള്ളതില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ ഇഷ്യൂസ്, കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയോളജിയിൽ നമ്മുടെ റൈറ്റേഴ്സ് കൂടുതൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസേൺ. ശരിയാണത്. ഇങ്ങനെ എഴുതാൻ പറ്റും. സ്പെല്ലിംഗ് ഉണ്ടെങ്കിൽ, സ്പെല്ലിങ്ങിന് എറർ ഉണ്ടെങ്കിൽ അതിന് ശബ്ദം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കൺസേൺ എന്നുള്ള രീതിയിൽ ഞാനിത് അതിങ്ങനെ എഴുതിയാൽ അത് മിസ്പെൽഡ് ആകുമ്പോൾ ഒരു ശബ്ദം വരും. വീട്ടിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് when I'm up to the mood ഞാൻ എന്തെങ്കിലും എഴുതാറുണ്ട്. സോ ലൈക്ക് വെറുതെ ഇങ്ങനെ
സ്വന്തമായിട്ട് ഇങ്ങനെ റൈറ്റിങ്സ് ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ ലൈക്ക് ഒരു പോയമിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ സ്റ്റോറിയുടെ രീതിയിലോ അല്ലെങ്കിൽ ഒരു ജേർണലിൻ്റെ രീതിയിലോ എൻ്റെ ഏതെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ഐ വാസ് ജസ്റ്റ് റൈറ്റിംഗ് എ ജേർണൽ. എൻ്റെ ഒരു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എൻ്റെ ഫീലിങ്ങിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അത് അൺഫിനിഷ്ഡ് ആണ്. പക്ഷെ എന്നാലും it captures my raw emotions. അപ്പോൾ അതാണ് like this. Maximum take 9 feet. Stay wide. O-S-E-L-O-L-R-C melancholic space. ഇങ്ങനെ ഞാൻ എഴുതാറുണ്ട്. ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ ബ്യൂട്ടി സറൗണ്ട്സ് അസ് എന്ന് പറഞ്ഞു, അത് കണ്ടില്ലേ, അത് ടൈപ്പ് ചെയ്തു. ഇപ്പം ഞാൻ മറ്റേ രീതിയിൽ ടൈപ്പ് ചെയ്തു. എന്ത് ബ്യൂട്ടി കനോട്ട് ബി സീൻ ബൈ ദി ഐസ് ഓഫ് ഇഗ്നോറൻസ്. ബ്യൂട്ടി സറൗണ്ട്സ് അസ്. കുന്നുകുഴിയിലെ ജോയ്സ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ഇപ്പോൾ മോർ ദാൻ 7,000 ഇൻസ്ട്രുമെൻസിനെ ഹൗസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഇൻസ്ട്രുമെൻസിന് അതിൻ്റെതായിട്ടുള്ള യുണീക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ യുണീക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ടെയിൽസ് ഉണ്ട്. ഓരോ നമ്മുടെ വേൾഡിലെ ഡിഫറെൻറ്റ് മ്യൂസിക്കൽ ട്രഡീഷൻസ് അല്ലെങ്കിൽ കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് 3 വേൾഡ് റെക്കോർഡുണ്ട് ഗിന്നസിൽ തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയാമെന്നുള്ളത്, ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത്, പിന്നെ കളക്ഷൻ. ഇത് 3 ലോക റെക്കോർഡ് ആർക്കും ബാധിക്കാനേ ഒക്കില്ല ഇനി. അത്രമാത്രം മോഡലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ 7,000 ഐറ്റമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, മാനുഫാക്ചർ ഇൻ ദ വേൾഡ്. പിന്നെ 2,000 പേരെ ഇൻസ്ട്രുമെന്റ് ഞാൻ സുഖമായിട്ട് വായിക്കും. ഒരു ഗ്യാസ് കിട്ടിയാലും വായിക്കും. അപ്പോൾ ലോകത്തിൽ ഇപ്പോൾ പറയപ്പെടുന്നത് കേരളത്തിലാണ് ഇത്രയും പോലെ ഉപകരണങ്ങൾ കിടക്കുന്നത്. എൻ്റെ ഗവേഷണത്തിൽ 300 ഐറ്റം ഈ കൊച്ചു കേരളത്തിനകത്ത് കിടക്കുക. അത് കഴിഞ്ഞാലാണ് ആഫ്രിക്കയ്ക്ക് സ്ഥാനമുള്ളത്. ദാവീദ് രാജാവ് പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ്. അത് രോഗശാന്തി വരുത്താനും അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ തന്ത്രിവാദ്യമായിരുന്നു അന്ന് ദാവീദ് രാജാവ് ഉപയോഗിച്ചിരുന്നത്. ഇതിപ്പോൾ തെങ്ങിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് പട്ടി വരയ്ക്കണം, ബാർക്കിംഗ് ഡോഗ്. ലോകത്തിലെ ആദ്യത്തെ തന്ത്രിവാദ്യങ്ങളാണ്. തൊണ്ടയിൽ നിന്ന് വരുന്ന തിങ്സ് ലോകത്തിൽ ഒരു ഇൻസ്ട്രുമെന്റിലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റിലും എടുക്കാൻ പറ്റും. സാർ എന്താണ് പേര് ഇതിന്റെ? കുടുക്ക വീണ എന്ന് പറയും. ഷഡ്കാല ഗോവിന്ദന്മാരാണ് അവരുടെ സദസ്സാണ് ഇത് ഡിസൈൻ ചെയ്തത്.
ആ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറ രാമമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഉൽപ്പത്തി. ഏത് പാട്ടും അതേപോലെ ഡെമോ ഒക്കെ കൊടുത്ത് പ്ലേ ചെയ്യാൻ പറ്റും. എത്ര രാജ്യങ്ങളിൽ ഫ്രണ്ട്സ് ഉണ്ട്? 16 കൺട്രീസിൽ ഫ്രണ്ട്സുകളുണ്ട് എനിക്ക്. അതിൽ ഓൾമോസ്റ്റ് അറൌണ്ട് 50 ഫ്രണ്ട്സ് ഉണ്ട്. ഓരോരുത്തരെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെയിൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിസസ് ആണ് ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, തുർക്കി, പിന്നെ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ അമേരിക്ക, പിന്നെ അതുപോലെ തന്നെ ഈ ബാംഗ്ലാദേശ്, പിന്നെ വി ഓൾസോ ഹാവ് പീപ്പിൾ ഫ്രം സൗദി അറേബ്യ, പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ മൈനോറിറ്റി റഷ്യ, വി ഓൾസോ ഹാവ് Russians, Macedonians. My name is Tabitha Muneni. I'm from Kenya. I'm doing political science second year in University College. Thank you. My name is Robinson Katabas. I'm from Tanzania. I'm doing second year political science. I'm the best friend of Ansh. You know what does that means? I'll be waiting for you for a long time. I'll Yes. wait for you a lot. That's Yes. what it means. Yes, that is so perfect. I appreciate. I really socialize with her. She knows more languages. Also, she knows a little bit English. It's not a little bit, but she knows English. So it's very easy for me and her to communicate than the other students. You see, so it's very easy for. And also, she is a fast learner in terms of Swahili. She learns some words. Even if I ask her. She's my best friend. We was meeting in French class. I didn't know if she's so perfect. She knows French. She knows more language, like 12 language, which is not easy to be claimed by anyone. So being in disability doesn't limit her in any way. She's still perfect. She can speak more languages. Bonjour. Bonjour, comment allez-vous? Ça va bien. Oh. Listen Swahili. Asante. Karibu. Mambo. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തീർത്ഥ സത്യം. കൈരളി TV കുട്ടിപ്പട്ടുമാലിൽ വെച്ചിട്ടാണ് ഞാൻ ഫാത്തിമ അൻഷിയെ പരിചയപ്പെടുന്നത്. ഞാൻ അച്ചു എന്നാണ് അൻഷീനെ വിളിക്കാറ് കേട്ടോ. അച്ചുവിന്റെ കഴിവുകൾ കണ്ടിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സംഗീതത്തിലായാലും മറ്റ് ഏത് കാര്യങ്ങളിലായിക്കോട്ടെ അച്ചുവിനുള്ള നോളജ് അത് ഒരുപാടാണ്. അപ്പോൾ സംഗീതത്തിലേക്ക് വരികയാണെങ്കിൽ സംഗീത സംവിധാനത്തിലും പാട്ട് പാടുന്നതിലായാലും എല്ലാത്തിനും അച്ചുവിന് വളരെയധികം കഴിവുകൾ ദൈവം കനിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വർഷത്തെ തുമ്പിപ്പെണ്ണഴക് എന്നൊരു ഓണപ്പാട്ട് സംഗീതം ചെയ്തത് അച്ചുവാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതിന്റെ 2 വരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. പൊന്നോണത്തിങ്കളുദിക്കും ചിങ്ങപ്പുലരികളിൽ തുമ്പപ്പൂത്തേ നുകർന്നു തുമ്പിപ്പെണ്ണഴകേ, കതിർ കൊത്തി പാറി നടക്കും പച്ചക്കിളിമകളെ, അത്തപ്പൂക്കളമൊരുക്കിടാൻ കൂടെ പോരാമോ, പൊന്നോണത്തിങ്കളുദിക്കും ചിങ്ങപ്പുലരികളിൽ തുമ്പപ്പൂത്തേ നുകർന്നു തുമ്പിപ്പെണ്ണഴകേ. আমার সোনার বাংলা, আমি তোমায় ভালোবাসি, চিরদিন তোমার আকাশ, চিরদিন তোমার আকাশ, তোমার বাতাস আমার
എല്ലാവരും പഠിക്കുന്നത് വെറുതെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ എന്നുള്ള വേണ്ടി മാത്രമല്ല, നമ്മളൊരു മനുഷ്യൻ എന്നൊരു ഉപരി നമ്മൾ ഒരു കൺട്രിയുടെ സിറ്റിസൺ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൺട്രിയുടെ മെഷീനറിയെ കുറിച്ച്, ആ കൺട്രിയിലെ റിലേഷൻഷിപ്സിനെ, ഫോറിൻ കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സൊസൈറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. ആ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുക എന്ന് പറയുന്നത് ഒരു സിറ്റിസൻ്റെ, ശരിക്കും പറഞ്ഞാൽ അതൊരു സിറ്റിസൻ്റെ ക്വാളിറ്റിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓരോ അവാർഡുകൾ, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും NSS അവാർഡും ഒക്കെ കിട്ടുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ NSS രൂപീകരിച്ചിട്ട് 60 വർഷം എത്രയായിട്ടത്. ഇതുപോലെ ഇങ്ങനെ ഒരു ഭിന്നശേഷി കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെ എല്ലാം അറിവ്. ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറേ ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ബാംഗ്ലൂരാണെങ്കിലും ഈ പ്രൊജക്ട് വിഷൻ, കാരണം പ്രൊജക്ട് വിഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ തുടങ്ങിയതാണെങ്കിലും ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന അൻഷിയാണ് അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം. അന്ന് ഇവൾക്ക് 6 വയസ്സാണ്. കാരണം അന്നേ അവൾ അതിൻ്റെ അംബാസഡറായിട്ട് അവരിത് ഇപ്പോഴും അത് ചെയ്യുന്നു. ഇപ്പോൾ 10 വർഷം, പിന്നെ 10 വർഷം കഴിഞ്ഞു. ആ 10 വർഷം കഴിയുമ്പോഴും ഇവളാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ അവർ പ്രൊജക്ട് ഷെൽട്ടർ എന്ന് പറഞ്ഞ ഒരു പാവങ്ങൾക്ക് 1000 പേരിൽ നിന്നും 1000 രൂപ വീതം വെച്ചിട്ട് 10 ലക്ഷത്തിൻ്റെ വീട് കൊടുക്കാന്ന് പറയും. അതിലും ഇവൾ പങ്കാളിയാണ്. ഇപ്പോൾ അവൾ അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ നീലേശ്വരത്ത് ഇപ്പോഴത്തെ 2 വീട് കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ അവൾ എന്നോട് ഇപ്പം എനിക്ക് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിന്ന് 1000 രൂപ നിങ്ങൾ എല്ലാ മാസവും ഈ പ്രൊജക്റ്റ് ഷെൽട്ടറിന് കൊടുക്കണം. കാരണം ഞാനും അതിൻ്റെ ഭാഗമാണ്. കാരണം ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു കയ്യൊപ്പ് അതിൽ വേണമെന്ന് അവൾ എന്നോട് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മഹത്തായ കാര്യമല്ല. അതൊരു വിദ്യാർത്ഥി അങ്ങനെ പറയുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഫാത്തിമയുടെ ഉൾക്കണ്ണിലുള്ള വെളിച്ചമാണ് ഇപ്പം നമ്മളെയൊക്കെ നയിക്കുന്നത്. ഷുവറായിട്ടും, ഉറപ്പായിട്ടും. എനിക്ക് ഇവിടെ അപമാനമല്ല. കാരണം എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടാകാൻ ഭയങ്കരമാണ്. ആ കുട്ടിക്ക് തന്നെ അപ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പം അത് മാറി. ഇപ്പം വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്തായാലും ഐ ലവ് യു. ഇത് എനിക്ക് കിട്ടിയ പ്രസിഡന്റിന് കഴിഞ്ഞുള്ള ഓണറാണ്. സോ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാർ എന്നാണ് ഈ അവാർഡിന്റെ പേര്. ഐ റിസീവ്ഡ് ഇറ്റ് ഇൻ 2021. രണ്ടായിരത്തി 2022-23 വിദ്യാഭ്യാസ വർഷത്തെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങൾക്ക് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വളണ്ടിയർക്കുള്ള പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഫാത്തിമ അൻഷി ഏറ്റുവാങ്ങിയത്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ 2022 ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലികാ പുരസ്കാരം രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് അൻഷി ഏറ്റുവാങ്ങിയത്. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രഥമ ഉജ്ജ്വല ബാല്യ അവാർഡും 2019 കൈരളിയുടെ ഇഷൽ ലൈല അവാർഡും മഴവിൽ മനോരമയുടെ ബിഗ് സല്യൂട്ട് പ്രോഗ്രാമിലെ ബെസ്റ്റ് പെർഫോമർ അവാർഡും ഇക്കാലയളവിൽ അൻഷി നേടിയിട്ടുണ്ട്. 2020-21 SSLC പരീക്ഷ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ സ്വയം എഴുതി ഫുൾ A+ നേടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു അൻഷി. 2022-23 അധ്യയന വർഷത്തിലെ +1 പരീക്ഷയും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ എഴുതിയ ഹയർ സെക്കൻഡറിയിലെ ആദ്യ വിദ്യാർത്ഥിനി കൂടിയാണ് അൻഷി. ദർശന TV കുട്ടിക്കുപ്പായം ഷോയിലെ സെമി ഫൈനലിസ്റ്റും കൈരളി TV കുട്ടിപ്പട്ടുറുമാൾ ഷോയിലെ ഫൈനലിസ്റ്റുമായിരുന്നു അൻഷി. കുട്ടിപ്പട്ടുറുമാളിൽ പ്രശസ്ത മാപ്പിള ഗാനരചയിതാവായ OM കരുവാരകുണ്ടിൻ്റെ വരികൾക്ക് സംഗീതം നൽകി ആലപിക്കാനുള്ള ഭാഗ്യവും അൻഷിക്ക് ലഭിച്ചിട്ടുണ്ട്. പന്ത്, അറ്റ്വാൻസ് എന്നീ സിനിമകളിൽ പിന്നണി പാടിയിട്ടുമുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി പ്രോജക്ട് വിഷൻ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ നാഷണൽ അംബാസിഡർ കൂടിയാണ് ഫാത്തിമ അൻഷി. 3 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഫാത്തിമ അൻഷിക്ക് സംഗീതത്തോടുള്ള പ്രണയം. 2015 മുതൽ 19 വരെയുള്ള തുടർച്ചയായ 5 വർഷങ്ങളിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും ഉപകരണ സംഗീതത്തിലും മികച്ച വിജയം കൈവരിച്ച അൻഷി 2018-19 വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു.
അമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ കൂടെ എന്താ ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ശംഖുമുഖത്തേക്ക് വരലുണ്ട്. അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഫ്രീ സ്പോട്ട് തന്നെ എനിക്ക് പറയാം. കാരണം എനിക്കുണ്ടാവുന്ന ഓരോ ആങ്സൈറ്റീസിന് അല്ലെങ്കിൽ വെറീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് അതൊക്കെ എനിക്ക് മറക്കാൻ കഴിയും. ये पागल दिल मेरा, ये दिल पागल दिल मेरा क्यों मुझ गया आवारगी. ये दिल ये पागल दिल मेरा क्यों बुझ गया आवारगी.